ഈ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരമില്ല എന്നായിരുന്നു ശ്രീമതി ടീച്ചറുടെയും ശൈലജ ടീച്ചറുടെയൊക്കെ ആ തിരക്ക്. ഇപ്പം രണ്ടുപേരും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ? അവർ കാശിക്ക് പോയോ? എവിടെയാണ് CPM-ന്റെ വനിതാ നേതാക്കന്മാരെവിടെ? അവർക്ക് ഇതിലൊന്നും പറയുവാനില്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന രക്ഷാദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പരാതിയില്ല എന്ന് പറയുന്നിടത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സെറ്റിൽമെൻറ്റിന് പ്രസക്തിയില്ല. കാരണം ഇന്നലെ മന്ത്രിയുടെ ഭാര്യ തന്നെ കേരള ജനതയോടായി പറഞ്ഞ കാര്യമാണ്, കേരളം കേട്ട കാര്യമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. മന്ത്രിയുടെ സ്റ്റാഫ് ഭാര്യയെ പിടിച്ചതും അതേപോലെ ഫോൺ തട്ടിപ്പറിച്ച് അവിടെ കാണാൻ പാടില്ലാത്ത മോശമായ കാര്യം കണ്ടു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. അങ്ങനെ സെറ്റിൽ ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നത്, സെറ്റിൽ ചെയ്യാനാണെങ്കിൽ ഇവിടെ IPC-യും CRPC-യും ഭാരതീയ ന്യായ സംഹിതയൊന്നും വേണ്ടല്ലോ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അതിനുശേഷം മാപ്പ് പറയുന്നു. അങ്ങനെയുള്ളൊരു സമീപനമാണോ എടുക്കേണ്ടത്? ഇവിടെ കൃത്യമായി ഒരു സംഭവം സംഭവിച്ചു, അവിടെ പോലീസ് വന്നു, പക്ഷേ പോലീസ് ഒരു സഹായവും ചെയ്തില്ല. ഈ പ്രശ്നത്തിൽ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴും പോലീസ് തിരിച്ചുപോയി. അവിടെ വന്നപ്പോൾ പിങ്ക് പോലീസും ഇല്ല, പോലീസും ഇല്ല, പിങ്കും ഇല്ല എന്നൊക്കെ തന്നെ മന്ത്രിയുടെ ഭാര്യയാണ് പറഞ്ഞത്. ആ മന്ത്രിയുടെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. ഒരു ഇമെയിൽ സന്ദേശം വഴി ഇമെയിൽ ലഭിച്ചപ്പോൾ തന്നെ നിയമ നടപടി ആ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങി CBI അന്വേഷണമൊക്കെ ഇട്ട പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സമീപനം കൈക്കൊള്ളുന്നത്. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയപ്പോൾ മറ്റൊരു ഇന്നലെയുള്ള മാധ്യമങ്ങൾ നിങ്ങളെല്ലാവരും കാണിച്ചൊരു കാര്യമാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ അച്യുതാനന്ദൻ, പിണറായി വിജയൻ. അതിൽ രണ്ടുപേരും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ പിണറായി വിജയൻ ഇപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിൽക്കുകയാണ്. ഇതിന് മുൻപ് ഈ സംഭവം നടന്നപ്പോൾ എടുത്ത സമീപനമല്ലേ ഇപ്പോൾ മുഖ്യമന്ത്രിയായപ്പോൾ പിണറായി വിജയനുള്ളത്? മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ട് തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഒരു തരത്തിലും ഉള്ള ഒരു സമീപനമോ ഒരു കേസോ എടുക്കാത്തതെന്നുള്ളത് വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസും മന്ത്രിസഭയുമൊക്കെ സ്ത്രീ പീഡകരെ കുടിയിരുത്തുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഇതൊന്നും സഹിക്കേണ്ട, ഇതൊന്നും അംഗീകരിക്കേണ്ട ഗതികേട് കേരളത്തിലെ സ്ത്രീകൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിഷേധങ്ങൾ മന്ത്രിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നിന്ന് നടക്കുന്നത്. ഞാൻ DGPക്ക് പരാതി അയച്ചു കഴിഞ്ഞു. രാജി എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണോ? തീർച്ചയായും രാജിയിൽ നിന്നുള്ള ആവശ്യം തന്നെയാണ്. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം തന്നെയാണ് ഞങ്ങൾ വെക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടുത്തെ വലിയ വാചാലരായി സംസാരിച്ചിരുന്ന ശ്രീമതി ടീച്ചറെയും ശൈലജ ടീച്ചറെയും ഒന്നും കാണുന്നില്ല. മന്ത്രി ബിന്ദു ഇന്നലെ പറഞ്ഞത് എന്താണ്? ഞാൻ കാര്യങ്ങൾ പഠിച്ചിട്ട് ഞാൻ ഇതേക്കുറിച്ച് പറയാം. മന്ത്രി ബിന്ദു ഇതുവരെ ഇതൊന്നും പഠിച്ചു കഴിഞ്ഞില്ലേ? ഇത്രക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത് എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കി ഒന്നും ഇനി ഇതങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, ഒരു സൈലൻസ് അപ്രോച്ച് മുഖ്യമന്ത്രിക്ക് പല വിഷയങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കില്ല, ആക്ഷൻ എടുക്കേണ്ടിടത്ത് ആക്ഷൻ എടുക്കില്ല. മുഖ്യമന്ത്രിയുടെ മകളുടെ അടുത്താണ് ശ്രീമതി ബിന്ദു മേനോൻ വിളിച്ച് പരാതി പറഞ്ഞത്. മുഖ്യമന്ത്രി അപ്പോഴേ ഇടപെടണ്ടേ? ഇതുവരെ 4 ദിവസമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ല. പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്, ആ പരാതി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രിയാണോ നമുക്ക് വേണ്ടത്? DGPക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ എന്താവശ്യമാണ് മഹിളാ കോൺഗ്രസ് ഉന്നയിച്ചത്? DGPക്ക് നൽകിയ പരാതിയിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് നടന്നത്, എന്താണ് അവിടെ ആ മന്ത്രിയുടെ ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും ക്രൂരമായ സാഹചര്യങ്ങൾ. മന്ത്രിയുടെ ഭാര്യ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? കാണാൻ പാടില്ലാത്ത മോശമായ കാര്യം കണ്ടു എന്ന് പറയുന്നു. അതിൽ വേറൊരു സ്ത്രീയെ കൂടാതെ വേറൊരു വ്യക്തി പോലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം വ്യക്തമാക്കണ്ടേ? ഒരു മന്ത്രിയെക്കുറിച്ചല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സാധാരണ ഒരു സിറ്റിസനാണെങ്കിൽ ഇങ്ങനെ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യം വന്നാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമോ? കിട്ടില്ലല്ലോ. നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥിതിയുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. ഇവിടെ മന്ത്രി ആയതുകൊണ്ട് മന്ത്രിക്ക് സംരക്ഷണ കവചം ഒരുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെ മുന്നിട്ടിറങ്ങുകയാണ്. എങ്ങനെ ഇത് അംഗീകരിക്കാൻ സാധിക്കും? തീർച്ചയായും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്.
മഹിളാ കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ UDF-ൻ്റെ ഒക്കെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും, അതിലൊരു സംശയവുമില്ല. ഈ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരമില്ല എന്നായിരുന്നു ശ്രീമതി ടീച്ചറുടെയും ശൈലജ ടീച്ചറുടെയൊക്കെ ആ തിരക്ക്. ഇപ്പം രണ്ടുപേരും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ, അവർ കാശിക്ക് പോയോ? എവിടെയാണ് CPM-ൻ്റെ വനിതാ നേതാക്കന്മാരെവിടെ? അവർക്ക് ഇതിലൊന്നും പറയുവാനില്ലേ?